ഓക്കെ ഗൈസ്, ഐ ആം ബാക്ക് വിത്ത് വീഡിയോ. കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷം സ്റ്റാർട്ടായിരിക്കുകയാണ്. പുതിയ വർഷം സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഒരുപാട് എടുക്കാറുണ്ട്. അപ്പോൾ പല ആൾക്കാരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുമെങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആരും ചെയ്തു പോകുന്നത് കണ്ടിട്ടില്ല. ചില ആൾക്കാർ, ചുരുക്കം ചില ആൾക്കാർ മാത്രം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുക നല്ല കാര്യമാണ്, പക്ഷെ അത് അതേപടി ചെയ്തു പോകാനും ശ്രമിക്കുക. ഇത്തവണ ന്യൂ ഇയറിന് ഞാനും കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോകാനാണ് എൻ്റെ തീരുമാനം. ഉറപ്പായിട്ടും ചെയ്തു പോവും, അതിലൊരു മാറ്റവുമില്ല. അതിൽ മെയിനായിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. യൂട്യൂബിനകത്ത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഇതിനകത്ത് ഒരുപാട് വീഡിയോസും ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ഇതുപോലത്തെ ലോങ് വീഡിയോസ്. അപ്പം ഇത്തവണ ഈ ഒരു വർഷം ഞാൻ അതിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യും. പിന്നെയും കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും നോക്കാം, നമുക്ക് ഇത്തവണത്തെ പുതിയ വർഷം എങ്ങനെയായിരിക്കും, മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിക്കുക എന്നൊക്കെ നോക്കാം. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, പോയിക്കൊണ്ടിരിക്കുക എന്നതാണ് മെയിനായിട്ടൊരു കാര്യം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ ചെയ്തു പോകാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. 2025 എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം വർഷമായിരുന്നു. എന്ന് പറഞ്ഞ് നല്ലതൊന്നും സംഭവിച്ചിട്ടില്ല എന്നല്ല, നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലെ ഏറ്റവും മോശമായിട്ടുള്ളൊരു വർഷമായിരുന്നു 2025. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച വർഷമായിരുന്നു 2025. ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്ന ഒരു വിശ്വാസമില്ല. പക്ഷേ ഈ കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിന് കുറേ കുറവ് വന്നായിരുന്നു. ആ ഒരു വിശ്വാസം ഏറെക്കുറെ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ വർഷമാണ്. ഞാൻ വേണ്ടാന്ന് വെച്ചവരുണ്ട്, എന്നെ വേണ്ടാന്ന് വെച്ചവരുണ്ട്, ദൈവം തന്നെ വേണ്ടാന്ന് വെച്ച കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചേർന്നിട്ട് 2025 എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ളൊരു വർഷമായിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ ഫാമിലിക്കും. അത് എന്നെ നന്നായിട്ട് അറിയാമെന്നുള്ളവർക്ക് അറിയാം. കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്തിനും സപ്പോർട്ടായിട്ട്, ഒരു കഷ്ടം വന്ന സമയത്ത് എന്തിനും സപ്പോർട്ടായിട്ട് നിന്ന കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവരൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തായിരുന്നു, നല്ലപോലെ കൂടെ നിന്നായിരുന്നു. അവർക്കെല്ലാവർക്കും താങ്ക്സ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് കിരണൻ്റെ കാര്യമാണ്. എന്തിനും കൂടെ കട്ടാക്കി നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആൻസി, ബാക്കി എല്ലാ റിലേറ്റീവ്സ് ആണെങ്കിലും ഉണ്ടായിരുന്നു. എനിക്ക് മെൻ്റലി പല സമയത്തും എനിക്ക് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ശ്രീലയ ചേച്ചി ആണെങ്കിലും, അജീഷ് ആണെങ്കിലും, അരുൺ ആണെങ്കിലും, ഒരുപാട് പേര്, പേരെടുത്ത് പറയാത്ത ഒരുപാട് പേരുണ്ട്. എൻ്റെ കൂടെ ഒരു സ്ട്രഗിളിങ് പീരീഡിൽ എൻ്റെ കൂടെ നിന്ന കുറേ പേരുണ്ട്, എൻ്റെ ഫാമിലിയുടെയും കൂടെ നിന്ന്. അപ്പോൾ അവർക്കെല്ലാവർക്കും താങ്ക്സ്. 2025 പല മോശം സിറ്റുവേഷനിലും കൂടെ നിന്ന്, താങ്ങായിട്ട് നിന്ന്, ഇങ്ങനെ ഒരു ഓരോ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആ സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണല്ലോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് പറയുന്നത്. പിന്നീടും എൻ്റെ കൂടെ ഉള്ള ഒരുപാട് പേരുണ്ട്, എനിക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ പോലും 2025 കുറേ കാര്യങ്ങൾ എല്ലാ വർഷവും ഓരോ ലേണിംഗ് ആണല്ലോ, ഓരോ വർഷത്തിലും. അപ്പം 2025 അതുപോലെ കുറേ ഉണ്ട്. നഷ്ടങ്ങൾ സംഭവിക്കാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്നുള്ളൊരു തിരിച്ചറിവ് വന്നു. എന്തൊക്കെയാണെങ്കിലും 2025 കുറച്ച് പുതിയ പാഠങ്ങൾ, ഇതുവരെയും പഠിപ്പിച്ചിട്ടില്ലാത്ത കുറച്ച് പുതിയ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഓക്കെ, അത് വിടാം, നമുക്കിനി യൂട്യൂബിലോട്ട് വരാം. എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിനകത്ത് ഏറ്റവും കുറവ് വീഡിയോസ് ചെയ്തത് 2025 കാരണം ഞാൻ 2025 നല്ലപോലെ വീഡിയോ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു വീഡിയോ ഞാനകത്ത് ചെയ്തത് എൻ്റെ അമ്മയുടെ കൂടെ നിന്നൊരു വീഡിയോ ആണ്. പിന്നെ അതിനുശേഷം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ലോങ് വീഡിയോസ് എനിക്ക് തോന്നുന്നു 1-2 വീഡിയോസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ റിസൈൻ ചെയ്ത സമയത്ത്, സിവിലിയൻസിൽ നിന്ന് റിസൈൻ ചെയ്ത ആ സമയത്ത് ഇട്ട വീഡിയോ ഉണ്ട്. പിന്നെ അതിനുശേഷം ലാസ്റ്റായിട്ട് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെയ്സിന് പോയിട്ട് വന്ന് എൻ്റെ ഒരു സക്സസ് പാർട്ടിയുടെ വീഡിയോ ഇട്ടു. അല്ലാതെ ഒരു ലോങ് വീഡിയോ ഒന്നും എൻ്റെ ചാനലിൽ വലുതായിട്ടില്ല കഴിഞ്ഞ വർഷം. വളരെ മോശം വർഷമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിനകത്ത്. പക്ഷേ ഇത്തവണ ഞാനത് ക്ലിയർ ചെയ്യും. നല്ല വീഡിയോസ്, എനിക്ക് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ചെയ്യാനാണ് താല്പര്യം. വ്ളോഗാണെങ്കിലും ഏതാണെങ്കിലും എന്നെ കാണുന്ന ആൾക്കാർ ആ വീഡിയോ കണ്ട് സന്തോഷിക്കണം. അതിനകത്ത് നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അതിനകത്ത് നിന്ന് കിട്ടണം. അത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൻ്റെ രീതിയിൽ എനിക്ക് അവരിൽ കൊണ്ടെത്തിക്കണമെന്നാണ് ആഗ്രഹം. നോക്കാം, ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങൾ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുമെങ്കിൽ ട്രൈ ചെയ്യാം. ഇപ്പോഴും ഞാനൊരു ബിഗിനറാണ് യൂട്യൂബിനകത്ത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഞാൻ വിചാരിക്കാത്തൊരു വീഡിയോ യൂട്യൂബിനകത്ത് റീച്ചായി. കഴിഞ്ഞ വർഷം ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എഡിറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തത് വെറുതെ.
അതിന് പോസ്റ്റ് ചെയ്യാനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ വൈറലായി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യൂസ് 1.7 മില്യൺ ഇപ്പം ആയിട്ടുണ്ട്. 17 ലക്ഷത്തോളം ആൾക്കാരെൻ്റെ വീഡിയോ കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു വലിയ കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് ഈ ഒരു വർഷത്തിൽ നിന്ന് കിട്ടി. വലുതായിട്ട് വീഡിയോസ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു വർഷം കൊണ്ട് ഒരു വീഡിയോ കാരണം വലിയ രീതിയിലൊരു റീച്ച് കിട്ടി. കാരണം 3000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ആ ഒരൊറ്റ വീഡിയോ കാരണം വീണ്ടും ഒരു 3000 സബ്സ്ക്രൈബേഴ്സ് കൂടെ ആഡായി. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ 6000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ നല്ല നല്ല കാര്യങ്ങളും ഇടയ്ക്ക് എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 2025 കുറേ രീതിയിൽ എനിക്ക് കുറേ പാഠങ്ങളായിരുന്നു. ഇങ്ങനെ ചെയ്താൽ ചിലപ്പം അടുത്തൊരു റീച്ച് കിട്ടും വീഡിയോയ്ക്ക്. അങ്ങനത്തെ യൂട്യൂബിനകത്ത് നിന്ന് കുറേ സംഭവങ്ങളോട് എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പിന്നീടും എനിക്കത് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് വീഡിയോസിൽ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ചാനലിന് ഇപ്പം റെഗുലറായിട്ട് വീഡിയോ വരും. പണ്ടെങ്ങനെയായിരുന്നോ അതുപോലെ അതിനേക്കാളും മികച്ച രീതിയിൽ, മികച്ച ക്വാളിറ്റിയിൽ, മികച്ച കണ്ടൻറ്റോടെ ഞാൻ യൂട്യൂബിനകത്ത് വീണ്ടും സ്ട്രോങ് ആവും. ഓക്കെ, ഫൈനലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എല്ലാവരും എടുക്കാറുള്ളതാണല്ലോ. അപ്പം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്താലും നിങ്ങളൊരു 3 കാര്യങ്ങൾ ഉറപ്പായിട്ടും ഈ വർഷം തൊട്ട് എടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് വലിയ വലിയ ആൾക്കാർ, സക്സസ് ആയിട്ടുള്ള വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പം അത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ഇതിൽ ഒന്നാമത്തേത്, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് ശീലമാക്കാൻ ശ്രമിക്കുക. ഗെറ്റ് അപ്പ് ഏർലി. അത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങളിൽ കൊണ്ടുവരും. നിങ്ങൾ സ്ഥിരമായിട്ട് നേരത്തെ എണീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. രണ്ടാമത്തേത്, നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷെഡ്യൂൾ യുവർ ടൈം. മൂന്നാമത്തേത്, നോ പറയാൻ പഠിക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത്, അത് ആൾക്കാരാവാം, സിറ്റുവേഷൻസ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, നോ എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ എന്തൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്താലും നിങ്ങൾ ഈ ഒരു 3 കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വർഷം വലിയ ചേഞ്ചസ് ഉണ്ടാവും. ഇത് ഞാനിപ്പോഴും പറയുന്നത് ഞാൻ പറഞ്ഞതല്ല, ഇത് സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറയുന്നതാണ്. സോ പറ്റുമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ന്യൂ ഇയർ, പുതിയ വർഷം, പുതിയ തീരുമാനങ്ങൾ ഒക്കെ എടുക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോട്ടെ. അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പുതിയ പുതിയ തലങ്ങളിലോട്ട് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. കംഫർട്ട് സോൺ വിട്ടിട്ട് മാറാനായിട്ടും ശ്രമിക്കുക. ഞാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ന്യൂ ഇയർ വീഡിയോ എന്ന് പറയുന്നത്. ഇനി റെഗുലറായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് വരും. എന്നോട് തലപതി വിജയ് സാർ പറഞ്ഞ പോലെ ഈ ലോകം വളരെ വളരെ വലുതാണ്. അപ്പം 1-2 ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നഷ്ടപ്പെട്ടാലും ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക, അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ. എ ഗ്രേറ്റ് ഇയർ അഹെഡ്. ഓക്കെ, ബൈ.